ചില്ലറ പൂട്ടിട്ടുകൊണ്ടല്ല ബി.ജെ.പിയുടെ നേതാവിനെയും മുൻ മുഖ്യമന്ത്രിയുമായ യെദ്യൂരപ്പയെ പൂട്ടിയിരിക്കുന്നത്. ഉണ്ടായിരുന്ന മുഴുവൻ പഴുതുകളും അടയ്ക്കുമ്പോൾ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി യെദ്യൂരപ്പയുടെ ശിഷ്ടകാല രാഷ്ട്രീയ ജീവിതത്തെ മണ്ണിട്ട് മൂടി എന്ന് തന്നെ പറയാം. ലക്ഷങ്ങൾ ഈ കേസിൽ നിന്നൂരാൻ ചെലവഴിച്ചിട്ടും വയസ്സാം കാലത്തിന് അഴിയെണ്ണാം എന്നേ പറയാനുള്ളൂ. ഇടക്കാലത്തു കേസൊന്നും മാറ്റിവെച്ച് യെദ്യൂരപ്പയ്ക്ക് ആശ്വാസമായിരുന്നു. എങ്കിലും വീണ്ടും കോടതി കച്ചകെട്ടി ഇറങ്ങുമ്പോൾ കർണാടക ബി.ജെ.പിക്ക് ഒരു കറുത്ത തുണിയിട്ട് മൂടുന്നതാണ് നല്ലത് എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ദൃശ്യത്തിലെ ശബ്ദം യെദ്യൂരപ്പയുടേതാണെന്ന് സ്ഥിരീകരിച്ചതായും ഇവിടെ വ്യക്തമാകുന്നുണ്ട്. തനിക്കെതിരായ പോക്സോ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് യെദ്യൂരപ്പയുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. കേസിൽ ഇന്നും വീണ്ടും വാദം കേൾക്കും. വസ്തുതർക്കത്തിൽ സഹായം തേടി ചെന്നപ്പോൾ മകളെ യെദ്യൂരപ്പ ഉപദ്രവിച്ചു എന്നാണ് പെൺകുട്ടിയുടെ അമ്മയാണ് പരാതി നൽകിയത്. ബി.ജെ.പി ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് കർണാടകയെ തിരിച്ചു പിടിച്ചതിനു ശേഷം സിദ്ധരാമയ്യെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ബി.ജെ.പി നേതാവ് കൂടിയാണ് യെദ്യൂരപ്പ. ജനങ്ങൾ ഭരണത്തിൽ തൃപ്തരാണെന്ന് ഉറപ്പുണ്ട് എങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിടാൻ സിദ്ധരാമയ്യ തയ്യാറാകണം. കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കാതെ വിശ്രമമില്ല എന്നുമൊക്കെ യെദ്യൂരപ്പ അന്ന് ആഞ്ഞടിച്ചതാണ്. കർണാടകയിൽ നിയമസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നേരിടാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ വെല്ലുവിളിച്ച് മുൻ മുഖ്യമന്ത്രിയും ബി.ജെ.പി പാർലമെന്ററി ബോർഡ് അംഗവുമായ ബി.എസ്. യെദ്യൂരപ്പ രംഗത്തേക്ക് ഇറങ്ങിയതൊക്കെ ഇപ്പോൾ ഒരു പഴങ്കഥയായി മാറുകയാണ്. അഴിമതി ആരോപണങ്ങളിൽ സിദ്ധരാമയ്യയുടെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പി ജനതാദൾ സഖ്യം നടത്തിയ മൈസൂരു ചലോ പദയാത്രയുടെ സമാപന ചടങ്ങിലാണ് വെല്ലുവിളികൾ ഉയർത്തിയത്. എന്നിട്ടിപ്പോൾ കർണാടകയിലെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന യെദ്യൂരപ്പയുടെ ചെയ്തികൾ പോക്സോ കേസിൽ പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അനക്കമില്ലാതാവുകയാണ് ഉണ്ടായത്. പരാതി പറയാനെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച് അമ്മയ്ക്കും മകൾക്കും പണം കൊടുത്ത് ഒതുക്കാൻ ഈ മഹാൻ നോക്കിയപ്പോൾ വീഡിയോ പുറത്തുവിട്ട് കുടുംബം യെദ്യൂരപ്പയെ പൂട്ടുകയാണ് ഉണ്ടായത്. ആ വീഡിയോ ഡിലീറ്റ് ആക്കാനും ലക്ഷങ്ങൾ ഓഫർ വെച്ചു. പക്ഷെ പെൺകുട്ടിയുടെ കുടുംബം ആരെയും പേടിച്ചില്ല. കോടതിയിൽ എല്ലാ തെളിവുകളും ഹാജരാക്കിയതോടെ യെദ്യൂരപ്പ അറസ്റ്റിലേക്ക് പോകുകയാണ്.